ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് സാൽമിയ ബീച്ചിലാണ്. അപ്പോൾ ഇവിടെ തന്നെയായിരുന്നു എൻ്റെ നേരത്തെ അക്കോമഡേഷൻ. ഇവിടുന്ന് മാറിയിട്ട് ഇപ്പോൾ സബ സാലിമിലാണ് എൻ്റെ ഇപ്പോഴത്തെ താമസം. അപ്പം ഞാൻ ഇവിടെ ഒന്ന് കറങ്ങാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞാൻ നിങ്ങളെ ഇവിടുത്തെ കാഴ്ചകളെല്ലാം ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ് അൽഷിഫ ഹോസ്പിറ്റൽ. അപ്പോൾ അതിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് ബീച്ച്. നേരത്തെ ഞാൻ അവിടെ ഹോസ്പിറ്റലിൻ്റെ പുറകു ഭാഗത്തായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ഡെയിലി ഇവിടെ വരുന്നതായിരുന്നു. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ ഇടയ്ക്കൊക്കെ ഓഫ് ഡേയ്സ് മാത്രമേ ഇവിടെ വരാറുള്ളൂ. ഈ ഏരിയ മൊത്തമാണ് സാൽമിയ ബീച്ച് വരുന്നത്. അപ്പം അങ്ങ് ആ ദൂരെ കാണുന്നിടത്താണ് ഞാൻ നേരത്തെ ചൂണ്ടയൊക്കെ ഇട്ടുകൊണ്ടിരുന്നത്. അവിടെ ഫിഷിംഗ് ഒക്കെ പിടിക്കാൻ എളുപ്പമാണ്. ഈ ഒരു സൈഡ് മൊത്തം അവിടെ കാണുന്ന വോളിബോൾ കോർട്ടൊക്കെ ഇല്ലേ, അവിടെയൊക്കെ പെയ്ഡാണ്. അപ്പോൾ 4 KD സംതിങ് എന്തോ ആണ്. ഞാൻ അവിടെ റേറ്റ് അറിഞ്ഞു ഒരു പ്രാവശ്യം നോക്കിയപ്പോൾ. പിന്നെ അവിടെ ഒരു പിസ്സ ഹട്ട് ഉണ്ട്. അതൊക്കെ ഞാനിവിടെ വന്നിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് പിസ്സ ഹട്ടൊക്കെ. പിന്നെ ഇവിടെ ഒരു രാത്രി ഈ ഒരു സമയത്ത് എല്ലാവരും ഫാമിലിയായിട്ട് ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ഫുഡ് കഴിക്കാൻ വരുന്നതാണ്. ഇനി ഇവിടുത്തെ കാലാവസ്ഥയൊക്കെ മാറി, ചൂടൊക്കെ മാറി അത്യാവശ്യം നല്ല കാലാവസ്ഥയായതുകൊണ്ട് ഇനി ഇവിടെ അത്യാവശ്യം ഫാമിലിയൊക്കെ ആയിട്ട് ഓരോരുത്തർ ഇവിടെ വരും. ആ സൈഡിലൊക്കെ യാട്ട് കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് പ്രൈവറ്റായിട്ട് ആണ് ആ യാട്ടുകളൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്കത് പോയി വാടകയ്ക്ക് എടുക്കാൻ പറ്റും. ഇത്ര മണിക്കൂർ 60 KD എന്നെങ്ങാണ്ടാണ് അതിൻ്റെ റേറ്റ്. അപ്പോൾ ഞാൻ ഒരു ദിവസം പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ കുറച്ച് കൂട്ടുകാരുണ്ട്, അവരുടെ കൂടെ പോകാൻ വേണ്ടി പ്ലാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വന്ന കുട്ടികൾക്കൊക്കെ ഊഞ്ഞാലാടാൻ വേണ്ടി ഇതുപോലെ ഊഞ്ഞാലൊക്കെ ഉണ്ട്. ഇവിടെ ചെറിയ ഫുഡ് കൗണ്ടറൊക്കെ ഉണ്ട്. ആ ഒരു റോഡ് സൈഡ് ഏരിയ മൊത്തം ഫുഡ് കൗണ്ടറാണ്. നമുക്ക് അവിടെ ചെന്നാൽ ഫുഡൊക്കെ മേടിച്ച് കഴിക്കാൻ പറ്റും. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ ഈ കണ്ണാടിയാണ്. ഫോട്ടോഗ്രാഫിക്കൊക്കെ ഒരു പറ്റിയ സ്പോട്ട് തന്നെയാണിത്. ഒരു ഈവനിങ് സമയമായതുകൊണ്ട് ഇവിടെ ഈ ബീച്ചിൻ്റെ സൈഡും ഫുള്ള് ആൾക്കാർ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ചെയറൊക്കെ ഇട്ട് വന്ന് ഫാമിലിയായിട്ട് വന്നിരുന്ന് ഫുഡൊക്കെ കഴിച്ച് അവരിഞ്ഞ് സാവധാനത്തെ പോകത്തുള്ളൂ. ഇന്നൊരു വെള്ളിയാഴ്ച കൂടാണ്, അതുകൊണ്ടാണ് ബീച്ചിലൊക്കെ ഇതുപോലെ തിരക്ക് വരുന്നത്. അതുപോലെ ഞാൻ പറഞ്ഞ പോലെ ആ യാട്ടിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ചൂണ്ടയൊക്കെ ഇട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഈ ബീച്ചിൽ ഇറങ്ങുന്നതിനൊന്നും കുഴപ്പമില്ല, നമുക്ക് ഇറങ്ങി സ്വിം ചെയ്യാനൊക്കെ പറ്റും. ഞാനൊരു ആ സൈഡ് ആ അറ്റത്തായിരുന്നു സ്ഥിരം ചൂണ്ടയൊക്കെ ഇടാൻ വരുന്നത്. അപ്പോൾ മീനൊക്കെ പിടിച്ചിട്ട് ആ ഒരു സൈഡിൽ നിന്നായിരുന്നു ഞാൻ സ്വിമ്മൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ, കണ്ണാടി. അപ്പോൾ നമുക്കിവിടെ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയിട്ട് നമുക്ക് തിരിച്ചു പോകാം. കുവൈറ്റിലുള്ള ആർക്കെങ്കിലും ഈ ബീച്ചിലോട്ട് വരണമെങ്കിൽ 999 ബസ് കയറിയിട്ട് സാൽമിയ വന്നിറങ്ങിയാൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് ഈ ബീച്ചിലെ, അതായത് സാൽമിയ ബീച്ചിലെ പ്രധാന കാഴ്ചകൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.